ജോയ് ഓഫ് ലൈറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ക്രിസ്മസ് റീത്ത് എങ്ങനെ അഡ്വന്റ് ഓഫ് റീത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇന്ന് ശരിക്കും അഡ്വന്റ് ഓഫ് റീത്തിലെ പിങ്ക് കാൻഡിലായിട്ടുള്ള കാൻഡിൽ ഓഫ് ജോയ് കത്തിക്കുന്ന ദിവസമാണ് കേട്ടോ. റീത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തൊരു കേക്കിൻ്റെ ബോർഡും അതുപോലെ തന്നെ ക്രിസ്മസ് ഗാർലൻഡ് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതും റെഡിമെയ്ഡായിട്ട് തന്നെ മേടിച്ച് കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളും 5 വെള്ള മെഴുകുതിരിയാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഗമ്മും നൈഫും എടുത്തിട്ടുണ്ട്. ശരിക്കും കാൻഡിൽസ് ഓഫ് അഡ്വന്റ് എന്ന് പറയുമ്പോൾ 3 പർപ്പിൾ കാൻഡിൽ, അതുപോലെ ഒരു പിങ്ക് കാൻഡിൽ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഡേയുടെ അന്ന് ഒരു വൈറ്റ് കാൻഡിലും കത്തിച്ച് വെക്കാവുന്നതാണ്. B7000 എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കേക്ക് ബോർഡിന്റെ നടുക്കൊരു സർക്കിൾ വരച്ചു കൊടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കാൻഡിൽസ് വെക്കേണ്ട പ്ലേസ് നമ്മൾ ബോർഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഗാർലൻഡിനെ അവിടെ ഒരു ഭാഗം മാത്രം ഒട്ടിച്ചിട്ട് ബാക്കി ട്വിസ്റ്റ് ചെയ്ത് ആ കേക്ക് ബോർഡ് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ട്രഡീഷണലി എവർഗ്രീൻ ലീവ്സ് യൂസ് ചെയ്യുന്നിടത്താണ് നമ്മളിവിടെ ഗാർലൻഡ് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡെക്കറേറ്റിംഗ് സാധനങ്ങൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതും നമ്മുടെ ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. സാധാരണ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു ഡെക്കറേറ്റിംഗ് സാധനങ്ങൾ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ബാക്കിൽ ഒരു ഹാങ്ങിങ് കൂടെ അറ്റാച്ച് ചെയ്യും. അതും ഗ്ലൂ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഒരു ചണനൂല് വെച്ചിട്ട് ബാക്കിൽ ആ ബോർഡിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്കത് ഡോർ ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതാണ് നമ്മുടെ സാധാരണ ക്രിസ്മസ് ഹാങ്ങിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്മസ് റീത്ത് എന്ന് പറയുന്നത്. ഇത് ക്രിസ്മസ് റീത്തിൽ നിന്ന് അഡ്വന്റ് ഓഫ് റീത്ത് വ്യത്യസ്തമാകുന്നത് അതിൽ നമ്മുടെ 4 അല്ലെങ്കിൽ 5 മെഴുകുതിരി നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴാണ്. ഈ മെഴുകുതിരികൾക്ക് 3 എണ്ണം നമ്മൾ പർപ്പിൾ കാൻഡിൽസും അതുപോലെ 1 എണ്ണം പിങ്ക് കാൻഡിലും അറ്റ് ലാസ്റ്റ് ക്രിസ്മസിൻ്റെ അന്ന് കത്തിക്കുന്നത് വൈറ്റ് കാൻഡിലും ആണ് കേട്ടോ. നമ്മൾ വീഡിയോയുടെ തുടക്കം കാൻഡിൽസ് വെക്കാനായിട്ട് ആ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേസിലാണ് നമ്മൾ ഈ കാൻഡിൽസ് വെക്കാൻ പോകുന്നത്. ഓരോ വീക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഓരോ മെഴുകുതിരി നമ്മൾ വെക്കുന്നുണ്ട്. അതിൽ 3 എണ്ണം പർപ്പിളും 1 പിങ്കും ആണുള്ളത്. ഒരു വൈറ്റ് ക്രിസ്മസ് ഡേയുടെ അന്നാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്വന്റ് ഓഫ് റീത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആദ്യത്തെ ആഴ്ച നമ്മൾ കാൻഡിൽ ഓഫ് ഹോപ്പ് ആണ് കത്തിക്കുന്നത്. 2ാമത്തെ ആഴ്ച കാൻഡിൽ ഓഫ് പീസ്, 3ാമത്തെ ആഴ്ച കാൻഡിൽ ഓഫ് ജോയ്, 4ാമത്തെ ആഴ്ച കാൻഡിൽ ഓഫ് ലവ്, അറ്റ് ലാസ്റ്റ് ക്രിസ്മസിന്റെ കാൻഡിലാണ് കത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ റീത്തിന്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കാൻഡിൽ ഓഫ് അഡ്വന്റിന്റെ ഹിസ്റ്ററി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.